അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ലക്ഷണങ്ങൾ ഉള്ള ഭർത്താക്കന്മാർ നിങ്ങളെ ചതിക്കാൻ ചാൻസ് ഉണ്ട്, അതുപോലെ നിങ്ങളിൽ നിന്ന് അകലാനും ചാൻസ് ഉണ്ട്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക. ഭർത്താവിന് നിങ്ങളോട് സ്നേഹം വർദ്ധിക്കാനുള്ള ഒരു ഇസ്ലാമിക മരുന്നും കൂടി ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. നിങ്ങളെ ഭർത്താവ് സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് നിങ്ങൾ പറയുന്നത് അവർ കേൾക്കും. നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു കാര്യം പറയുമ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് അവർ നിങ്ങളോട് ദേഷ്യപ്പെടും. അടുത്തത്, നിങ്ങളായിട്ട് അവർ കൂടുതൽ ഇടപഴകാൻ അവർക്ക് താല്പര്യമുണ്ടാവില്ല. സംസാരങ്ങളൊക്കെ നിങ്ങളോട് വളരെ കുറവായിരിക്കും. നിങ്ങളുള്ള സ്ഥലത്തു നിന്നൊക്കെ അവർ പിന്മാറിപ്പോവും. നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു ഇറിറ്റേഷനായിട്ട് മാറും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ദുഃഖിതരായിരിക്കുമ്പോൾ നിങ്ങളുടെ ദുഃഖത്തിൽ അവർ സന്തോഷവാന് ആയിരിക്കും. നിങ്ങളില്ലാത്ത പക്ഷം അവർ സന്തോഷവാനായിരിക്കും, ആക്റ്റീവായിരിക്കും. മാക്സിമം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളെ പരിഗണിക്കാത്തവർ, നിങ്ങളെ ഒന്നുകൊണ്ടും അവർ പരിഗണിക്കില്ല. അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ ഭാര്യമാരെ പുച്ഛിക്കുന്നവർ, ഇൻസൾട്ട് ചെയ്യുന്നവർ, ഇവരെയൊക്കെ ശ്രദ്ധിക്കുക. എങ്കിൽ ഇതെല്ലാം ഉള്ള അടയാളങ്ങളുള്ള എല്ലാവരും ചതിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും അത് ചില കാരണങ്ങളാലും ഇതിലുള്ള ചില കാരണങ്ങൾ ചില ഭർത്താക്കന്മാരിൽ കണ്ടുവരുന്നുണ്ട്. എങ്കിലും നമ്മൾ ഒന്ന് സൂക്ഷിക്കണം. നമ്മളുമായിട്ട് കൂടുതൽ അകലം പ്രാപിക്കുകയും അതുപോലെ നമ്മളെ എപ്പോഴും ഇൻസൾട്ട് ചെയ്യുകയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മളോട് ദേഷ്യപ്പെടുകയും നമ്മുടെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് നമ്മളോട് നന്ദി പറയാത്തവരുമായിരിക്കും നമ്മളെ ചതിക്കാൻ ചാൻസ് ഉള്ള ഭർത്താക്കന്മാർ. ഇവരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ചതിയിൽപ്പെടും. ചില ഭാര്യമാർ ഭർത്താക്കന്മാരെ സ്നേഹം കൊതിച്ചുകൊണ്ട് അവരോട് ഒരുപാട് സംസാരിക്കാൻ ശ്രമിക്കും. അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്യും, നമ്മളോട് സംസാരിക്കാൻ താല്പര്യം കാണിക്കില്ല. അപ്പോൾ ഭാര്യമാർ ഒരുപാട് ദുഃഖിച്ചിരിക്കുന്നവരും ഉണ്ടാവും. എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഭാര്യമാർക്കുള്ള ഒരു മരുന്നാണ്, ഇസ്ലാമിക മരുന്നാണ്. നിങ്ങൾ ഈ ഒരു നിങ്ങൾ 470 തവണ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. ചൊല്ലുന്നതിന് തുടക്കത്തിലും ലാസ്റ്റിലും നിങ്ങൾ നബിയുടെ ഹളറത്തിലേക്ക് സലാത്ത് ചൊല്ലുകയും ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു തരും. ഭർത്താവ് നിങ്ങളെ മതിമറന്ന് സ്നേഹിക്കുകയും നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ട് മാറും. അവരുടെ ദുസ്വഭാവം മാറും, നല്ല ശീലങ്ങൾ വരും. അതുപോലെ നിങ്ങളെയും മക്കളെയും അവരുടെ പ്രാണനായിട്ട് അവർ കാണുകയും ചെയ്യും. ആ ഒരു ഇസ്മാണ് യാ വദൂദ് യാ അല്ലാ. ഈ ഒരു ഇസ്മ രാവിലെയും വൈകുന്നേരവും 470 തവണ ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. എല്ലാ ഭർത്താക്കന്മാരെയും ഈ ഒരു അടയാളങ്ങൾ കാണുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, ചതിക്കുന്ന എന്ന് വിചാരിക്കരുത്. ചില ഭർത്താക്കന്മാർക്ക് ചില കാരണങ്ങൾ കാണും, എങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളുമായിട്ട് കൂടുതൽ അകന്ന് പോകുമ്പോൾ സ്ഥിരമായിട്ട് ഇത് തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതം കട്ടപ്പുകയായി മാറും. അതുകൊണ്ട് എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലും അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്.